എൻ്റെ ഒരു വാശിയായിരുന്നു ഇവനെ സ്റ്റേറ്റിൽ എത്തിക്കണം എന്നുള്ളത്. സന്തോഷം കൊണ്ടാട്ടോ അറിയുന്നത്. നല്ല സന്തോഷം കൊണ്ടാണ് അറിയുന്നത്, വേറെ ഒന്നുമല്ല. സ്റ്റേറ്റ് ജില്ലയിലേക്ക് വരുമ്പോൾ എനിക്കൊരു വാശിയായിരുന്നു ഇങ്ങനെ സ്റ്റേറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളത്. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തു, അത് കാണിച്ചു തന്നെ എനിക്ക്. മിഥിൽ ടീച്ചർക്കും മുഹമ്മദ് റിഫാനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുമല്ലേ? കാരണം ഞാനൊക്കെ എപ്പോഴും വിചാരിക്കും നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അല്ലെ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ഹെൽത്തി ബോഡി കിട്ടുക എന്ന് പറയുന്നതിനപ്പുറം മറ്റൊരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് ചിലപ്പോഴൊക്കെ ഒന്ന് ചിന്തിച്ചാലേ, നാളെ ഒരു ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേനും ഒന്നും കാണാൻ പറ്റാത്തൊരു സ്ഥിതിയൊക്കെ വരികയാണെങ്കിലേ, അത് എല്ലാ അവയവങ്ങളും ഒക്കെ നമുക്ക് പ്രധാനമാണെങ്കിലും കണ്ണെന്ന് പറയുന്നത് വല്ലാത്ത കാര്യം. അപ്പം ഇങ്ങനത്തെ കുട്ടികളെ കാണുമ്പോഴും അവരെ ചേർത്ത് നിർത്തുന്നവരെ കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സ് വല്ലാണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് നിറയും. അപ്പം രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഹലോ മലയാളം അടുത്ത വാർത്തയിലേക്ക് പോവാണ്. ഇരുൾമൂടിയ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വിതറുകയും താങ്ങും തണലുമായി കൂടെ നിന്ന് ആ കുട്ടിയുടെ ജീവിതത്തെ സന്തോഷത്താൽ നിറച്ച ആ ടീച്ചർക്ക് ഒരു വലിയ കൂപ്പുകൈ.